നമസ്കാരം. എല്ലാ TC പ്രേക്ഷകർക്കും ഈസ്റ്റർ ദിന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കൽദായ സഭയുടെയും ഇന്ത്യയിലെയും ദക്ഷിണ ഗൾഫ് രാജ്യങ്ങളുടെയും മെത്രാപ്പോലീത്ത മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്തയാണ് ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ നമ്മോടൊപ്പം ഉള്ളത്. തിരുമേനി നമസ്കാരം, സ്വാഗതം. പറഞ്ഞതുപോലെ തന്നെ വളരെയധികം സന്തോഷമുണ്ട് ഈ ഈസ്റ്റർ ദിനത്തിൽ തിരുമേനിയുമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്ക് ഇന്നൊരു വേദി ഒരുങ്ങിയതിൽ. കൽദായ സഭയെക്കുറിച്ചും അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും ഒന്ന് പറയാം. ചർച്ച് ഓഫ് ദി ഈസ്റ്റ് പൗരസ്ത്യ സഭയെ പറ്റി പറയുകയാണെങ്കിൽ AD 52 സെൻറ്റ് തോമസിൻ്റെ ചരിത്രം മുതൽ അത് തുടങ്ങുകയാണ്. ഇന്ത്യയുടെ ക്രിസ്ത്യൻ പാരമ്പര്യവും ക്രിസ്ത്യൻ ചരിത്രവും തുടങ്ങുന്നത് AD 52 അന്ന് മുതലേ തന്നെ നമുക്ക് ഈ പൗരസ്ത്യ സഭയുടെ ചരിത്രം തുടങ്ങുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ പൗരസ്ത്യ സഭയുടെ പാരമ്പര്യം, സെൻറ്റ് തോമസിൻ്റെ പാരമ്പര്യം ഉള്ള കുറേ സഭകൾ ഇന്ന് ഇവിടെയുണ്ട്. പ്രത്യേകിച്ചും 7 സഭകളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ സഭ ഏതെന്ന് ചോദിച്ചാൽ അത് പൗരസ്ത്യ കൽദായ സുറിയാനി സഭയാണ്. അതിന് ചരിത്രം ചുരുക്കി പറഞ്ഞാൽ ഇപ്പം തിരുമേനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ തന്നെ ആധ്യാത്മിക കാര്യങ്ങളിൽ വളരെ വ്യാപൃതനായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 1989 സെമിനാരിയിൽ ചേരുന്നു. 96 ഡീക്കൻ പട്ടം ലഭിക്കുന്നു. 2000 പുരോഹിതനാകുന്നു. 2010 എപ്പിസ്കോപ്പൽ പദവി നേടുന്നു. അതിനുശേഷം ഇപ്പോൾ 2023 എത്തുമ്പോൾ മെത്രാപ്പോലിത്തയായി, അതും സഭാചരിത്രത്തിൽ തന്നെ ഇന്ത്യൻ മണ്ണിൽ നടക്കുന്ന മെത്രാപ്പോലിത്തൻ അഭിഷേക പദവി. അപ്പം അതിലേക്കൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ആധ്യാത്മിക ജീവിതം, അതിനുള്ള വഴികാട്ടി ആരായിരുന്നു? തീർച്ചയായിട്ടും മാതാപിതാക്കളാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനുള്ളൊരു വഴികാട്ടി. അപ്പോൾ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അതിലേക്കുള്ളൊരു വരവ് എങ്ങനെയായിരുന്നു? ചെറുപ്പം മുതൽ പള്ളിയോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പള്ളിയിൽ കപ്പ്യാർ ലീവ് വരുന്ന സമയത്തും അതുപോലെ തന്നെ കപ്പ്യാരൊക്കെ ഇല്ലാത്ത സമയത്ത് കപ്പ്യാരായിട്ട് സഹായിക്കാൻ നിൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങൾ അത്രയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു രീതി എനിക്ക് അന്നേ മുതലുണ്ട്. മാത്രമല്ല, ഇപ്പം സഭയുടെ കിഴക്കൻ സഭകളുടെ പാരമ്പര്യം അനുസരിച്ചിട്ട് അച്ഛന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് പ്രത്യേകിച്ചും പള്ളിയുടെ അകത്ത് മതബഹയിൽ സാധാരണ ആൾക്കാർക്ക് കയറാനായിട്ട് ഉള്ള അനുവാദവും ഇല്ല. അവിടെ പട്ടം കിട്ടിയവർക്ക് മാത്രമേ അതിനകത്ത് കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഒരു കുട്ടി എന്ന രീതിയിൽ നമ്മൾ പള്ളിയുടെ അകത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു ചോദ്യമുണ്ട്. മതബഹ കർട്ടനിട്ട് മറച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് അച്ഛന്മാർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ, സാധാരണ ആൾക്കാർക്ക് ആർക്കും കയറാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും കയറിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ അത് വീണ്ടും വെഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അതിനകത്ത് കയറാനായിട്ട് പറ്റില്ല? ഈ അച്ഛന്മാർക്ക് പ്രത്യേകമായിട്ടും എന്തെങ്കിലും ഒക്കെ വല്ല പ്രത്യേകതയുണ്ടാവും. മാത്രമല്ല, അവർക്ക് മാത്രമാണ് ഇപ്പം പല കഴിവുകളുണ്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കൗദാശികമായിട്ടുള്ള കഴിവുകളൊക്കെ അവർക്കുണ്ട്. അവരാണ് അപ്പവും മീനും ഒക്കെ വാഴ്ത്തുന്നതും വെഞ്ചരിക്കുന്നതും പങ്കുവെക്കുന്നതും. അവരാണ് കുട്ടികൾക്ക് മാമോദീത കൊടുക്കുന്നത്. അവരാണ് കല്യാണക്കെട്ട് നടത്തുന്നത്. സാധാരണ രീതിയിൽ സാധാരണ ജനങ്ങൾ ആരും അത് ചെയ്യുന്നില്ല. അതുപോലെ കുട്ടിയായിട്ടിരിക്കുന്ന അവസരത്തിൽ നമുക്ക് പലപ്പോഴും ഡെഡ് ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ഒരു പേടിയുണ്ട്. പക്ഷേ നമുക്ക് ഈ അച്ഛന്മാരെ സംബന്ധിച്ച് അവർ ഡെഡ് ബോഡിയുടെ അടുത്ത് വരണം. അവർ ഡെഡ് ബോഡി അവിടെ നിന്നും അവർ ശവമെടുപ്പ് നടത്തണു, അവർ കൊണ്ടുപോകണു, അത് സെമിട്രിയിൽ അടക്കം ചെയ്യണം. സെമിട്രിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള അവരുടെ പാസനേജിൽ അവർ സുഖമായിട്ട് കിടന്നുറങ്ങണം. അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, പേടിയില്ല. അപ്പോൾ ഒരു കുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ചോദ്യം മുഴുവൻ എന്തുകൊണ്ട് അച്ഛന്മാർക്ക് അങ്ങനെ പ്രത്യേകം വല്ല കഴിവുകളൊക്കെ ഉണ്ടോ, വല്ല കഴിവും കിട്ടുന്നുണ്ടോ ഇല്ലേ? അതുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് അറിയുക എന്നുള്ള ഒരു ആഗ്രഹം അന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അച്ഛന്മാരോട് ചോദിക്കുന്ന സമയത്ത് കുട്ടികൾ വന്ന് ചോദിക്കുമ്പം അവരതിൻ്റേതായൊരു സീരിയസ്നെസ് എടുക്കില്ല. അപ്പോൾ നിങ്ങൾ പോയി നിങ്ങൾ പഠിക്കേണ്ട സമയമല്ലേ, വെറുതെ ഇതൊക്കെ ചോദിച്ച് ഇരിക്കാതെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വിടാറാണ് പതിവ്. പക്ഷെ എനിക്കതൊരു സീരിയസ് ചോദ്യമായിരുന്നു. അതായത് ഇങ്ങനെ ആധ്യാത്മികമായിട്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകം കഴിവ് ദൈവം കൊടുക്കുന്നുണ്ടോ ഇല്ലേ? അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് കിട്ടുന്നത്, എങ്ങനെയാണ് കിട്ടുന്നത്, അതുകൊണ്ട് എന്താണ് മറ്റുള്ളവർക്കുള്ളൊരു ഗുണം? അപ്പം അങ്ങനത്തെ രീതിയിലുള്ള കുറേ ചിന്തകളൊക്കെ വന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അച്ഛന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് സെമിനാരിയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സെമിനാരി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും, അറിയാൻ പറ്റും എന്നുള്ള രീതിയിൽ
എന്നാൽ ശരി സെമിനാരിയിൽ പോകാം എന്ന് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോടും കൂടെ പറഞ്ഞ് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ഒരുമിച്ചാണ് സെമിനാരി വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ സെമിനാരിയിൽ ജോയിൻ ചെയ്യുന്നതും അവിടെ നിന്ന് പിന്നെ മുന്നിലേക്ക് പോകുന്നതും. കൂട്ടുകാരനൊപ്പം ഉണ്ടായിരുന്നു? കൂട്ടുകാരൻ ഏകദേശം 3 കൊല്ലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 3 കൊല്ലം കഴിഞ്ഞപ്പം കൂട്ടുകാരൻ പതുക്കെ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു ഒരു ബാച്ചിൽ. പക്ഷെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 4 പേരും ഒരു 3-4 കൊല്ലത്തിനകത്ത് ഡ്രോപ്പ് ചെയ്തു. ഒരു 6 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഇതിനൊരു മറുപടി കിട്ടാത്തത് കൊണ്ട് എനിക്ക് പോകാനും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല സഭയുടെ ചില രീതിയിൽ വഴക്കുകൾ നടക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഭാവകക്ഷി മെത്രാൻ കക്ഷി. അപ്പോൾ എപ്പോഴാണ് പട്ടം കിട്ടുക എന്നുള്ള ഒരു ചിന്തയും കൂടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് പട്ടം കിട്ടുന്നത് എന്നാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുണ്ട് നിൽക്കാൻ. പക്ഷേ ഇത് അനിശ്ചിതമായിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് അങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പോയതാണ്. എങ്ങനെയാണ് ചെറുപ്പം മുതൽ ഇപ്പം സുഹൃത്ത് ബന്ധങ്ങളെ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ താല്പര്യം കാണിക്കുന്ന ആളാണ്? അപ്പോൾ വീട്ടിൽ ചിലർ പറയുന്ന കേൾക്കാം, ചില മക്കളുണ്ടാകുമ്പോൾ അവരുണ്ടെങ്കിൽ ആ വീടൊരു ബഹളമുള്ള വീടായിരിക്കും, അല്ലെങ്കിൽ അവർ പോയി കഴിയുമ്പോൾ ഭയങ്കര ശാന്തതയുണ്ടാവും. അങ്ങനെയുള്ള ഒരു മകനായിരുന്നോ? നിങ്ങൾ 4 പേരാണ് ഉണ്ടായിരുന്നത്, 2ാമത്തെ ആളായിട്ടാണ് തിരുമേനി വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് വീട്ടിലൊരു അന്തരീക്ഷം? ഞങ്ങൾ 4 പേരും അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന ഒരു അവസരത്തിൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ സെമിനാരിയിൽ പോയതാണ്. അതുകൊണ്ട് 15 വയസ്സിൽ തന്നെ സെമിനാരിയിൽ കയറി. അതുകൊണ്ട് 15 വയസ്സുവരെയുള്ള പ്രായത്തിൽ മാത്രമേ വീട്ടിലുണ്ടായിട്ടുള്ളൂ. എൻ്റെ 14ാമത്തെ വയസ്സിലാണ് അപ്പൻ മരിച്ചു പോകുന്നത്. അതിനുശേഷം അമ്മയും ഞങ്ങളും ആണ് വീട്ടിലുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഞങ്ങൾ സാധാരണ രീതിയിലൊരു വില്ലേജ് സെറ്റപ്പിൽ കളികളും ബഹളങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു രീതിയായിരുന്നു. അതുകൊണ്ട് സാധാരണ രീതിയിലുള്ള നോർമൽ വില്ലേജ് ലൈഫ് എന്നുള്ള രീതിയിൽ ഇപ്പം വീട്ടിലെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ അപ്പനോട് ബാക്കിയുള്ളവരെയും സഹായിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് സാധാരണ രീതിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം അമ്മയെ സംബന്ധിച്ചുള്ള ഇപ്പം അപ്പൻ 14ാമത്തെ വയസ്സിലാണ് പോകുന്നത്. ബാക്കിയുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് സെമിനാരിയിലേക്ക് വരുന്നു. ആധ്യാത്മികമായ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കങ്ങളുടെ ഒരു ചുവടുവെപ്പായിരുന്നു. ആ സമയത്ത് അമ്മയുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഒരു സപ്പോർട്ട് എത്രമാത്രം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും പലർക്കും മകൻ സെമിനാരിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റാത്ത ആളുകളുണ്ടായിരിക്കും. പിന്നീട് അതിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പം എങ്ങനെയായിരുന്നു വീട്ടിലൊരവസ്ഥ? അതായത് വീട്ടിൽ ഞാനിത് പറഞ്ഞപ്പോൾ ഒരു പരിധി വരെ കുറേ പേര് എതിരായിട്ടാണ് വന്നത്. കാരണം എൻ്റെ അപ്പൻ 14 വയസ്സിൽ മരിച്ചു, അടുത്ത കൊല്ലം ഞാൻ സെമിനാരിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പം വീട് നോക്കാനായിട്ട് ആരും ഇല്ല എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബന്ധുക്കൾ കുറേ പേര് ഇതെന്തിനാ ഇപ്പോൾ പോകണ്ടേ, കാരണം വീട് നോക്കേണ്ട ഒരു സമയത്ത് വീട് നോക്കാണ്ട് സെമിനാരിയിൽ എന്തുകൊണ്ട് പോകണു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു വീട് ഞാൻ നോക്കിക്കൊള്ളാം, പക്ഷേ അതേ സമയത്ത് തന്നെ സെമിനാരിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ വക കാര്യങ്ങളിൽ കുറച്ചും കൂടെ കൂടുതൽ താല്പര്യമുണ്ട്. മാത്രമല്ല ഈ കിടക്കുന്ന ഒരു അന്വേഷണം അത് എനിക്ക് പൂർത്തിയാക്കാണ്ട് ഇനി അതിപ്പോൾ എവിടെയായാലും ശരി അത് പൂർത്തിയാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് ഞാൻ സെമിനാരിയിൽ ജോയിൻ ചെയ്തു. പക്ഷേ ആ ജോയിൻ ചെയ്യുന്ന സമയത്തും ഇപ്പോൾ പട്ടം കിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രതീക്ഷയൊന്നും ആയിരുന്നില്ല. മറിച്ച് എനിക്ക് എൻ്റെ തന്നെ ഒരു അന്വേഷണമായിരുന്നു, ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, ഇല്ലെങ്കിൽ പിന്നെ ഭാഗത്തേക്ക് പോകണ്ടാവും എന്നുള്ള രീതിയിൽ ഉള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നതാണ്. ഓക്കെ, ഇപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ മണ്ണിൽ ആദ്യമായൊരു മെത്രാപോലീത്ത പദവി നൽകുന്ന ഒരു സംഭവം ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചൊരു സംഭവമാണ്. അപ്പം അങ്ങനെ ഒരു ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരു മെത്രാപോലീത്തയായി ഒരു സഭയുടെ അധ്യക്ഷനായിട്ട് വരുമ്പോൾ ആ ഒരു പ്രായം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രയോജനപ്പെടുന്നതായി തോന്നിയിട്ടുണ്ടോ തിരുമേനിക്ക്? അതായത് ഇപ്പം എൻ്റെ പൂർവികനായിട്ടുള്ള മെത്രാപ്പോലിത്ത എന്ന് പറയുന്ന അപ്പുറം തിരുമേനിയാണ്. അപ്പുറം തിരുമേനി ഏകദേശം 28-29 വയസ്സിലെ മെത്രാപ്പോലിത്ത അയാളാണ്. അതിനേക്കാൾ ഒരാഴ്ച മുമ്പാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പൗലോസ് തിരുമേനി എപ്പിസ്കോപ്പി ആയിട്ട് മാറിയത്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ മെത്രാപ്പോലിത്ത ആവുന്ന ഏകദേശം 35 വയസ്സിലാണ്. അപ്പം 35 വയസ്സെന്ന് പറഞ്ഞ് ഞാൻ ബിഷപ്പാവുന്നത് 35 വയസ്സിലാണ്. അതിനുശേഷം ഇപ്പം 13 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ മെത്രാപ്പോലിത്ത ആവുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് അത് വലിയൊരു കാര്യമല്ല. കാരണം എൻ്റെ സക്സസർ അതിനേക്കാളും മുമ്പേ തന്നെ മെത്രാപ്പോലിത്ത ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് പട്ടം കിട്ടിയത് ഇറാഖിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ഈ ഒരു മെത്രാപ്പോലിത്ത പദവി ആദ്യമായിട്ട് കൊടുത്തത് അതായത് മിക്കതും ഇതായിരിക്കും. പാത്രിയാർക്കീസ് ഇവിടെ വന്ന് ഒരു കാര്യമായിട്ട് നടത്തിയത്. മറ്റെല്ലാവരും സാധാരണ രീതിയിൽ ഈസ്റ്റേൺ പാരമ്പര്യം അനുസരിച്ച് ഇവിടെ നിന്ന് സ്ഥാനാർത്ഥികളെ ഇറാഖിലേക്ക് വിടും, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വിടും.
അവിടെ വെച്ച് പട്ടം കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ സ്വീകരിക്കാറാണ് പതിവ്. പക്ഷെ അതിന് ഒരു മാറ്റം വന്നു. ഇവിടെ തന്നെ പാത്രിയർക്കീസ് വന്ന് ഇവിടുത്തെ മറ്റുള്ളവരെല്ലാം വിളിച്ചുകൂട്ടി ഇവിടെ നമ്മൾ ചെയ്യായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത് നമുക്ക് എല്ലാ സഭാ പിതാക്കന്മാരെയും ചേർത്തുകൊണ്ട് ഒരു ഇന്റർ ചർച്ചിൽ കൗൺസിൽ നമ്മൾ നടത്തുകയുണ്ടായി, നമ്മൾ മർത്തമറിയം വലിയ പള്ളിയിൽ തന്നെ. അപ്പോൾ അതിൻ്റെ തീരുമാനങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എല്ലാ സഭകളെയും ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് എന്തൊക്കെ തീരുമാനങ്ങളാണ് അതിലുണ്ടായിട്ടുണ്ടായത്? ഇന്റർ ചർച്ച് കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പസ്തോലിക പാരമ്പര്യമുള്ള എല്ലാ സഭകളുടെയും ബിഷപ്പുമാർ മാത്രം കൂടി വരുന്ന ഒരു കൗൺസിലാണ്. അത് ഏകദേശം കേരളത്തിൽ ഇപ്പോൾ ഉള്ള എല്ലാ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കേരളത്തിലാണ് പ്രധാനമായിട്ടും എല്ലാ അപ്പസ്തോലിക പാരമ്പര്യമുള്ള സഭകളിലെ ബിഷപ്പുമാർ. അപ്പോൾ എല്ലാ ഹെഡ്സും വരും, എല്ലാ ബിഷപ്പുമാരും പറ്റാവുന്നവരെല്ലാവരും വരും. സാധാരണ രീതിയിൽ കുറേ ബിഷപ്പുമാർ നമുക്കുണ്ട് ഓരോ പള്ളികളിലും. പക്ഷേ എങ്കിലും ഒരു ആവറേജ് ഒരു 30-40 എല്ലാവരും ഒരു ഗ്യാതറിംഗ് ആണ് അതിന് വരാറ്. ഞങ്ങൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സഹോദരി സഭകൾ തമ്മിലുള്ള ഐക്യം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ മറ്റ് പൊതുവെയുള്ള ജനകീയ കാര്യങ്ങൾ, അതുപോലെ തന്നെ പൊതുവെയുള്ള സാമ്പത്തിക അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണോ, ഇതുപോലത്തെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഏതൊക്കെ രീതിയിൽ എങ്ങനെ ഇവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ പറ്റും, ആ ഒരു രീതിയിലുള്ള ചർച്ചകളാണ് ഞങ്ങൾ കൂടുതലും ചെയ്യാറുള്ളത്. ഇവിടുത്തെ ഇപ്പോൾ സോഷ്യൽ അല്ലെങ്കിൽ ഇപ്പോൾ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, നമ്മൾ ഏത് സ്റ്റാൻഡാണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ വോയിസ് ഇപ്പോൾ വോയിസ് ഇല്ലാത്തവരുടെ വോയിസ് ആയിട്ട് എങ്ങനെ മാറ്റാനായിട്ട് പറ്റും. അപ്പം അങ്ങനത്തെ സഭകളും ചർച്ചകളൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. മാത്രമല്ല അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു കോമൺ ഒരു പ്രാതിനിധ്യം, ഒരു റെസ്പോൺസ് സമൂഹത്തിൽ ആവശ്യമായിട്ട് തോന്നുന്നു. കാരണം ഇങ്ങനെ എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതിന് പകരം എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ഒരു ശബ്ദമായിട്ട് വന്നാൽ അത് മിക്കതും കേൾക്കപ്പെടാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഓരോരുത്തർ ഓരോരോ സഭകളുടെ പേരുകൾ പറയുന്നതിന് പകരം സഭകൾ എല്ലാവരും കൂടെ വന്നിട്ട് യേശു ക്രിസ്തുവിൻ്റെ പേര് പറയുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ പ്രാധാന്യമായിട്ട് വരിക. കാരണം ഞാൻ എൻ്റെ സഭയുടെ കൽദായ സുറിയാനി സഭയുടെ പേര് പറഞ്ഞിട്ട് പറയുന്നതിനേക്കാളും നല്ലത് പക്ഷേ ക്രിസ്ത്യാനികളുടെ ഒരു പക്ഷം, അത് ക്രിസ്തുവിൻ്റെ ഒരു പക്ഷം എന്ന് പറയായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് സാങ്കത്യമായിട്ട് വരിക. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ചിന്ത. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ യൂണിറ്റി ഒക്ടേവ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു സാധാരണ രീതിയിൽ ഇപ്പം കാത്തലിക്സ് CBCയുടെ കാത്തലിക്സിൻ്റെ സംഘടനകളും അതുപോലെ തന്നെ നോൺ കാത്തലിക് KCC കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്, അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകിച്ചും അതുപോലെ തന്നെ നമ്മുടെ മെൻസ് അസോസിയേഷൻ, അതായത് പോലെ YMCA YWCA അസോസിയേഷൻസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പ്രോഗ്രാംസ് നടത്താറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നടത്തിക്കൂടാ. അതായത് ഇപ്പോൾ യൂണിറ്റി ഒക്ടേവ് അത് ലോകം മൊത്തം നടത്തുന്ന ഒരു പ്രാർത്ഥനാ വാരമാണ്. ആ പ്രാർത്ഥനാ വാരം ഓരോരുത്തർ സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്നതിന് പകരം നമുക്ക് ഒരുമിച്ച് വന്നിട്ട് നമുക്ക് ഓരോ പള്ളികളിൽ ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഞങ്ങളുടെ സഭയിൽ വെച്ചു, അടുത്ത ദിവസം മറ്റൊരു സഭയിൽ വെച്ചു, അടുത്ത ദിവസം വേറൊരു സഭയിൽ വെച്ചു, അങ്ങനെ മാറി മാറി വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു യൂണിറ്റി ഒക്ടേവ് എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെ എന്തുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്ത് വന്നുകൂടാ. നമുക്ക് നമ്മുടെ യൂണിറ്റി കാണിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയല്ലേ അത്. അങ്ങനെ ഈ പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ സഹകരിച്ച് അത് ചെയ്തു. അതുകൊണ്ട് അതിന് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടായി, ഓരോരുത്തർ തന്നെ നിൽക്കുന്നതിന് പകരമായിട്ട്. തീർച്ചയായിട്ടും എപ്പോഴും ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഇമ്പാക്റ്റ് എപ്പോഴും വ്യത്യസ്തമാണ്. ഇപ്പം പുതിയ കാലത്തൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സഭാ അധ്യക്ഷന്മാരായി വരുന്ന ആളുകൾ നല്ലൊരു ഭരണകർത്താക്കളാകണം, ഭരണം കൃത്യമായി നിർവഹിക്കുന്നവരാവണം, ഒപ്പം തന്നെ ആധ്യാത്മികമായ അല്ലെങ്കിൽ ആധ്യാത്മിക ആചാര്യൻ്റെ ആ ഒരു സ്ഥാനം കറക്റ്റായിട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. അപ്പോൾ ഇത് ഒരു എളുപ്പമുള്ള കാര്യമാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇത് രണ്ടും കൂടെ അങ്ങനെ സംയോജിപ്പിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം നമുക്കിപ്പം ഒരു സ്പിരിച്വൽ ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരാകുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ല. കാരണം അത് രണ്ട് വഴിയാണ് ശരിക്കും. പക്ഷെ ഞങ്ങൾക്ക് സഭയെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക കാര്യങ്ങൾ പുരോഹിതന്മാരൊക്കെ ചെയ്യുന്നു, പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ പ്രതിനിധികളുണ്ട്. അപ്പം ട്രസ്റ്റി ബോർഡുണ്ട്, അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ 150 പേർക്ക് ഒരേ വ്യക്തി എന്ന രീതിയിൽ റെപ്രസെൻറ്റേറ്റീവ് ബോഡിയുണ്ട്. അപ്പം അവർ വഴിക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ മേലൊരു സൂപ്പർവിഷൻ മാത്രമാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്.
അതുകൊണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് അത്ര ബുദ്ധിമുട്ടായിട്ട് അത് വരുന്നില്ല. കാരണം ജനങ്ങൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കയറി വരുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായിട്ട് നമുക്ക് നമ്മുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് പറ്റും. ഒരു ഈസ്റ്റർ കാലം എന്ന് പറയുമ്പോൾ തിരുമേനിയുടെ മനസ്സിൽ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഒരു ഈസ്റ്റർ പറയാം, 14-15 വയസ്സാകുമ്പോഴത്തേക്കും സെമിനാരിയിൽ ചേർന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെയും അല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലും ഈസ്റ്റർ കാലഘട്ടം എന്ന് പറയുമ്പോൾ എന്താണ് ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നത്? ചെറുപ്പകാലത്ത് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് ഈസ്റ്റർ അല്ലെങ്കിൽ ക്രിസ്തുമസ് അല്ലെങ്കിൽ ഓണം അല്ലെങ്കിൽ ബക്രീദ് ഏതൊക്കെയാണെങ്കിലും ശരി, എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നു, നമ്മൾ ആഘോഷിക്കുന്നു. ആ ഒരു ചിന്തയിലാണ് അന്നത്തെ ഒരു സാമൂഹിക ഒരു ചുറ്റുപാട്. പക്ഷെ അതിന് ശേഷം സെമിനാരിയിലൊക്കെ വന്നതിന് ശേഷം ആ ഒരു രീതിയിലൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോഴും നമ്മൾ ആ ഒരു രീതിയിൽ എല്ലാവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സെലിബ്രേഷൻ മോഡാണ് ശരിക്കും സാധാരണ രീതിയിൽ വരുന്നത്. ഒപ്പം തന്നെ ഇപ്പം പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം പലരും ആധ്യാത്മികയിലേക്ക് വരാനുള്ളൊരു അല്ലെങ്കിൽ അവരുടെ ഒരു കടന്നുവരവ് താരതമ്യേന കുറവായിട്ടാണ് കാണുന്നത്. അപ്പം അവരോടായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയെക്കുറിച്ച് എന്താണ് തിരുമേനിക്ക് പറയാനുള്ളത്? യുവജനങ്ങളുടെ ഒരു വലിയൊരു പ്രശ്നമാണ് ആധ്യാത്മികമായിട്ട് അവർ പുറകിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം എല്ലാ മതങ്ങളിലും ഉണ്ട്, എല്ലാ രംഗത്തു നിന്നും അത് വരുന്നുണ്ട്. പക്ഷെ ബേസിക്കലി എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടേതായ രീതിയിൽ കൺവിക്ഷൻ കിട്ടിയാൽ അവരെ സംബന്ധിച്ച് അവർ താല്പര്യമുണ്ട് അവർക്ക്. പക്ഷെ അവരെ ആ ഒരു രീതിയിലൊരു അവർക്ക് മനസ്സിൽ നമുക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു സമയം അത് ആവശ്യമാണ്. പലപ്പോഴും തെറ്റായ ധാരണകളുടെ പുറത്താണ് അവർ മാറിപ്പോകുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവർ ചോദിക്കുന്നത് പണ്ട് കാലത്തെ ആൾക്കാർ ചോദിച്ചിരുന്ന രീതിയിലല്ല, മറിച്ച് വേറെ രീതിയിലൊക്കെയാണ് അവർ ചോദിച്ചു വരിക. അത് ചോദിച്ചു വരുന്ന സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, കൺവിക്ഷൻ കിട്ടുന്ന രീതിയിൽ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ ഈ യുവജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അതല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അവർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് പലപ്പോഴും എനിക്ക് തോന്നുന്ന മെത്തഡോളജി ഒന്ന് മാറ്റേണ്ടത് ആവശ്യമാണ്. ഒരു ടീച്ചിങ് മെത്തഡോളജി, ഒരു ഇൻറ്ററാക്റ്റീവ് ഒരു ടീച്ചിങ് മെത്തഡോളജി കൊണ്ടുവന്നാലേ യുവജനങ്ങളെ നമുക്ക് പിടിച്ചിരുത്താനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു മോണോലോഗ് പോലെ നമ്മളിപ്പം ടീച്ച് ചെയ്യണു, പറയണു, അതവർ കേട്ട് പോകുന്നുള്ള ഒരു വിശ്വാസവും ഇന്നത്തെ കാലത്തില്ല. മറിച്ച് അവരുമായിട്ട് അവരുടെ സംശയങ്ങൾ ചോദിച്ചും അവരുടെ കാര്യങ്ങളും അവരുടെ ഇടപെടലുകളും ഒക്കെ നമ്മൾ നിരീക്ഷിച്ച് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഉത്തരങ്ങൾ കൊടുത്താൽ എനിക്ക് തോന്നുന്നു അവർ തിരിച്ച് ഇതിനോട്ട് വരും. കാരണം ഇപ്പോൾ സയൻസും ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്ന് വന്ന സമയത്ത് എല്ലാറ്റിനുള്ള ആൻസർ ഇപ്പം കമ്പ്യൂട്ടർ കൈത്തുമ്പിലുണ്ട്. അപ്പം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവർ നേരെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അവർ കണ്ടുപിടിക്കും. അവരുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇത് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് സ്പിരിച്വലൈസ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം ഇപ്പം അതായത് ഇപ്പോൾ സോഫ്റ്റ്വെയറൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ഇന്നത്തെ മോഡേൺ. അപ്പം ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ നിങ്ങൾക്ക് വേണോ നിങ്ങൾ സോഫ്റ്റ്വെയറിൽ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള മറുപടി കിട്ടും. അതിപ്പോൾ ഏത് മതത്തിൻ്റേതായാലും ശരി, അതിൻ്റെ എല്ലാം അതിനകത്ത് കിട്ടും. അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ച്, ഇപ്പോൾ യുവജനങ്ങളെ സംബന്ധിച്ച് അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. പക്ഷെ അത് തെറ്റായ രീതിയിൽ പോകാതെ അതിനെ ക്രോഡീകരിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്. പക്ഷെ അതിനെ മെത്തഡോളജിയിൽ മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂവിൽ നമുക്ക് ലഹരികളെ കുറിച്ച് പറയാതിരിക്കാൻ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ ഒരു വിപത്ത് എന്ന് തന്നെയാണ്. പുതുതലമുറ എന്ന് നമ്മൾ ഏറ്റവും ആദ്യം എടുത്തു പറയുമ്പോഴും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാതെ നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ലഹരിയുടെ ഉപയോഗം അമിതമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. പലരും തെറ്റായി അല്ലെങ്കിൽ അറിയാതെ അതിലേക്ക് വന്ന് പെടുന്ന ഒരു സാഹചര്യങ്ങൾ കൊണ്ട് ചിലർ മനഃപൂർവ്വം അതിലേക്ക് പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്താണ് യുവതലമുറയോട് അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് ഒക്കെ പറയാനുള്ളത് തിരുമേനിക്ക്? ലഹരി എന്ന് നമ്മളിപ്പോൾ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ലഹരി പദാർത്ഥങ്ങൾ എന്ന രീതിയിലുള്ള ഒരു വർത്താനമൊക്കെ കേട്ട് തുടങ്ങിയിട്ട്, ന്യൂസുകൾ കേട്ട് തുടങ്ങിയിട്ട്. പക്ഷെ അതിന് മുമ്പ് നമുക്കിവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം മദ്യപാനമാണ്. മദ്യത്തിനെ മാറ്റി നിർത്തിയിട്ട് ലഹരിയെ മാറ്റി ഒരുമിച്ച് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു മദ്യപാനത്തിൻ്റെ ഒരു കൾച്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വീടുകളിലായാലും ശരി, മാതാപിതാക്കളും മക്കളും കൂടെ ഒരുമിച്ച് മദ്യപിക്കുന്ന രീതിയിലോട്ട് വീടുകൾ മാറിപ്പോയിട്ടുണ്ട്.
അത് സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ബോധ്യം കുട്ടികളുടെ മനസ്സിൽ അത് വന്നിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ മദ്യം ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിൻ്റെ മുന്നിൽ വരില്ല, അതല്ലെങ്കിൽ പാരൻസിനെ കണ്ടാൽ മാറിപ്പോവും. പാരൻസ് തന്നെ കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കാറില്ല, അത് നല്ലൊരു ശീലമല്ല എന്ന രീതിയിൽ. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇതൊരു സോഷ്യൽ ഡ്രിങ്കിങ്, ഇതൊരു കമ്മ്യൂണിറ്റി സ്വാതന്ത്ര്യമാണ്. അതൊരു ആ ഒരു കൾച്ചർ, ആ ഒരു മാറ്റമാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് വന്നിരിക്കുന്നത്. അത് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിനകത്ത് ആ ഒരു കൾച്ചറിൽ ഒരു മാറ്റം വരുത്തേണ്ടത് ആവശ്യം. മാത്രമല്ല, ഇപ്പോൾ ഗവൺമെൻറ് മദ്യ പോളിസി കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പോഴും കൂടുതൽ ബാറുകൾ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ ബാറുകൾ നിർത്തൽ ചെയ്യുകയില്ല. ബാറുകൾ ഇപ്പോഴും അനുവദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് കുടിക്കാനായിട്ട് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ് തന്നെയാണ് കാണുന്നത്. പക്ഷെ എന്നിട്ട് ലഹരിക്ക് എതിരെ യുദ്ധം നടത്തുക എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് അനുവാദം കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്ന് ലഹരി പാടില്ല, ലഹരിക്ക് എതിരെ പ്രക്ഷോഭങ്ങൾ നടത്തുക, ഇതൊക്കെ നടത്തുക. പക്ഷേ അതിനകത്ത് ഇത് രണ്ടും ചേർന്ന് പോകുന്ന രീതിയിൽ കാണുന്നില്ല. അതുകൊണ്ട് ഒന്നുകിൽ മദ്യനയം അത് മാറ്റേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾ കുറച്ച് കർക്കശമാക്കേണ്ടതും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇത് ഏതെങ്കിലും രീതിയിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ സാമൂഹിക സാഹചര്യത്തിൽ വീട്ടിൽ ആ ഒരു വീടിൻ്റെ സാഹചര്യത്തിൽ അത് ഉപയോഗിക്കാനുള്ള ഒരു രീതി ഉള്ളത് അതും കുറച്ച് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലഭ്യത, ഇപ്പോൾ ലഭ്യത പറയുമ്പോൾ സ്കൂളുകളുടെ പരിസരത്ത് വരെ കുട്ടികൾക്ക് ഓരോരുത്തർ കൊണ്ടുവന്ന് കൊടുക്കുന്നു, കുട്ടികളെ പോലും കാരിയേഴ്സ് ആക്കിയിട്ട് മാറ്റണു എന്നൊക്കെയാണ് നമ്മൾ ന്യൂസുകൾ കേൾക്കുന്നത്. പക്ഷെ അതെല്ലാം ഭയങ്കര ഒരു അപകടം നിറഞ്ഞൊരു ലോകത്തിൻ്റെ പോക്കാണ്. അതോടൊപ്പം തന്നെ വിശ്വാസപരമായിട്ട് ആധ്യാത്മികപരമായിട്ട് അവരുടെ മൂല്യശോഷണം സംഭവിക്കും കൂടെ ചെയ്യുമ്പോൾ അത് അതിക്രമത്തിലേക്കും അക്രമത്തിലേക്കും അതുപോലെ തന്നെ വലിയ കലാപത്തിലേക്കൊക്കെ നീങ്ങാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ പുറകിൽ എന്തൊക്കെയാണോ ശക്തികളെങ്കിൽ ആ ശക്തികളെയൊക്കെ പിടിച്ചു നിർത്തേണ്ടത് ഒരാവശ്യമായിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അത് വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് ലഹരി. അത് കുടുംബത്തിലും അതുപോലെ തന്നെ സ്കൂളുകളിലും സമൂഹത്തിലും ഉള്ള ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നു. മാത്രമല്ല, ഇപ്പോൾ രാത്രികളിലൊക്കെ തന്നെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന ഒരു രീതിയിലിട്ട് മാറിപ്പോയിരിക്കും. ഇപ്പം പ്രത്യേകിച്ചും സ്ത്രീകളുടെയൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യം, നമ്മളിപ്പം ഇവിടെ കോർപ്പറേഷനിലും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയപരമായിട്ടൊക്കെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് രാത്രി നൈറ്റ് ലൈഫ് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് അതിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇപ്പം അവരെ ഈ ലഹരി മാഫിയകളുടെയൊക്കെ ഒരു നെഗറ്റീവ് സൈഡ് അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യം മറക്കാൻ പറ്റില്ല. കാരണം പുറത്ത് അതിൻ്റെ ഭീകരത പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പം തിരുമേനിയോട് ഇപ്പം എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ അത് സഭാപരമായിട്ടുള്ള കാര്യങ്ങളായിട്ടും അല്ലെങ്കിൽ സഭയുടെ സ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും ഏറ്റവും ആദ്യം ചോദിക്കുന്നത്. അത് വിഷമിപ്പിക്കാറുണ്ടോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ? അല്ലെങ്കിൽ ഇത് മാത്രമാണോ ചോദിക്കുന്നത്? അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരു വ്യക്തിപരമായ എന്തെങ്കിലും വിഷമം തോന്നാറുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. കാരണം നമ്മൾ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയിലാണ് നിൽക്കുന്നതും അതിൽ തന്നെയാണ് വളർന്നു വന്നതും. അതുപോലെ തന്നെ സഭ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതും. അതുകൊണ്ട് അതിനെപ്പറ്റി ചോദിക്കുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഓക്കെ, തീർച്ചയായിട്ടും ചിലപ്പം ചിലർക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ഇപ്പം കിഴക്കിൻ്റെ സഭ, ചർച്ച് ഓഫ് ഈസ്റ്റ്, ഇപ്പം സഭയുടെ മുന്നോട്ടുള്ള ഒരു മാറ്റങ്ങളിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു പടിയിലേക്ക് കടക്കുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ അനിവാര്യമാണോ? ഒരു സഭാധ്യക്ഷൻ എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സഭയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് എടുക്കേണ്ടതെന്ന് തോന്നിയിട്ടുള്ളത്? സഭയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിലാണ് നമ്മളതിനെ നോക്കിക്കാണുന്നത് അതിനനുസരിച്ചിരിക്കും. പലപ്പോഴും സഭയുടെ വളർച്ച ഇന്ന് പലരും അളക്കുന്നത് സ്ഥാപനങ്ങളുടെയും ചർച്ചുകളുടെയൊക്കെ എണ്ണത്തിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ വളർച്ചയിലൊക്കെയാണ് സഭയെ ഒരു പരിധി വരെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ മൊത്തം നമ്പറിൻ്റെ വെളിച്ചത്തിലായിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ പൊതുവെ ഞാൻ നോക്കുമ്പോൾ സഭയുടെ വളർച്ച എന്ന് പറയുന്നത് വിശ്വാസപരമായിട്ടുള്ള ഒരു വളർച്ചയും കൂടെ അവിടെ ഉണ്ട്. അവിടെ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇടിവ് സംഭവിക്കുന്നുണ്ട്.
കാരണം ഇപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞ പോലെ, യൂത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ, അതുപോലെ തന്നെ ഇപ്പം മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സഭയോടുള്ള ആഭിമുഖ്യം ഒരു പരിധിവരെ കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇപ്പം പള്ളികളിലുള്ള അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമുകളിലേക്ക് വരുന്നതിൻ്റെ അറ്റൻഡൻസ്, അതിനുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഒക്കെ വരുന്ന സമയത്ത് അത് കുറവായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അതൊരു പരിധിവരെ എനിക്ക് തോന്നുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ജീവിത സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. എല്ലാവരും ഇപ്പം എന്താ പറയുക, എല്ലാവരും ജോലി എടുക്കുന്നവരാണ്. അപ്പോൾ ആർക്കും സമയമില്ല ഒരുപാട് സമയം കളയാനായിട്ട്. കിട്ടുന്ന ഒരു സൺഡേ മാത്രമാണ്. ഈ സൺഡേ ആണെങ്കിൽ പള്ളിയായിട്ട് എൻഗേജ്ഡ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന അത്ര എളുപ്പമില്ല. അതുകൊണ്ട് വരുന്നു പോകുന്നു, ഒരുപാട് വലിയ കാര്യമായിട്ട് എൻഗേജ്മെൻ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ ആധ്യാത്മികയുടെ കാര്യത്തിൽ ഇപ്പം ഒരു ആഴ്ച മുഴുവൻ കിട്ടുന്നതിൽ പലപ്പോഴും ഒരു ദിവസത്തിലൊരു കുർബാനയ്ക്കായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവും. ബാക്കിയെല്ലാം നമ്മൾ ഔട്ട് ഓഫ് കാര്യങ്ങളിലാണ് പോകുന്നത്, മറ്റു കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആണ്. മാത്രമല്ല ജോലിയുടെ പ്രഷർ, ജീവിതത്തിൻ്റെ പ്രഷറൊക്കെ ആൾക്കാർക്ക് ഒരുപാട് ഇന്നത്തെ ലോകത്ത് കൂടി വരുന്നുണ്ട്. പണ്ട് കാലത്തൊന്നും ഇത്ര നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ല. ഇപ്പം ജോലിയുടെ പ്രഷർ കൊണ്ട് തന്നെ ജീവിതം അവസാനിപ്പിക്കുന്ന ആൾക്കാരും ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് ആധ്യാത്മികമായിട്ട് ഉയർന്നു വരേണ്ടത് ആവശ്യമാണ്. പക്ഷേ ആവശ്യം അവരെ തിരിച്ചറിഞ്ഞ് വരുമ്പോൾ സമയം കുറച്ച് വൈകും എന്നതാണ് ഉള്ളൊരു പ്രശ്നം. പക്ഷെ ഇപ്പുറത്ത് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് സഭയായിട്ട് ചെയ്യേണ്ടത്. ആധ്യാത്മികമായിട്ട് ഇവരെ ഒരുക്കാനായിട്ട് അവരുടെ ഈ സാമൂഹിക ജീവിതത്തിൽ ഈ വെല്ലുവിളികളെയൊക്കെ അഭിമുഖീകരിക്കാനായിട്ട് അവരെ തന്നെ പ്രേരിപ്പിക്കാനും അവരെ തന്നെ അതിന് എന്താ പറയുക ശക്തിവത്താക്കാനും വേണ്ടി പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണ് സഭ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. മറ്റപ്പുറത്ത് നമ്മൾ സാമൂഹികമായിട്ട് എഡ്യൂക്കേഷൻ രംഗത്ത്, അതുപോലെ ഹോസ്പിറ്റൽ ആതുര സേവന രംഗത്ത്, അതുപോലെ ചാരിറ്റി രംഗത്തൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ സഭയായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു പരിധിവരെ എല്ലാ കൊല്ലവും വളർച്ചയുടെ ഭാഗത്താണ് അതൊക്കെ കാണുന്നത്. ഇപ്പം ഇന്ന് കാണുന്ന പ്രശ്നങ്ങളെല്ലാം അടുത്ത കൊല്ലം, അതല്ല അതിൻ്റെ പിറ്റത്തെ കൊല്ലം. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വളർച്ച ആ സൈഡിലും വരുന്നുണ്ട്. ഇപ്പം രാഷ്ട്രീയം ചോദിക്കുകയല്ല എങ്കിൽ പോലും ഓരോരുത്തർക്കും വ്യക്തിപരമായ ഒരു രാഷ്ട്രീയ ചിന്തയുണ്ടായിരിക്കും. പക്ഷേ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു സഭാധ്യക്ഷന്മാർ അല്ലെങ്കിൽ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ, രാഷ്ട്രീയം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് വലിയൊരു ചർച്ചയായി മാറാറുണ്ട്. അപ്പം അതിനെക്കുറിച്ച് തിരുമേനിക്ക് എന്താണ്, അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും വിഷമം തോന്നാറുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? രാഷ്ട്രീയവും മതവും അത് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. രാഷ്ട്രീയത്തിനെ ഒരിക്കലും മതമായിട്ട് കൂട്ടിക്കലർത്തരുത് എന്നാണ് എൻ്റെ ഒരു താല്പര്യം. കാരണം രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് വിടുക, മതത്തിൻ്റെ വഴിക്ക് വിടുക. മതത്തിൻ്റെ പേരും പറഞ്ഞ് രാഷ്ട്രീയത്തിൽ അധികാരം പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചാൽ പിന്നെ അത് ഒരിക്കലും അതൊരു പ്യുവർ രാഷ്ട്രീയമായിട്ട് മാറില്ല, മറിച്ച് മതരാഷ്ട്രീയമായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ കൂടുകയേ ചെയ്യുള്ളൂ, കുറയില്ല. അതുകൊണ്ട് ഏത് മതത്തിൽ നിൽക്കുന്ന ആൾക്കാരായാലും ശരി, അവർക്ക് രാഷ്ട്രീയത്തിൻ്റെതായ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പറ്റിയാൽ ഏത് പാർട്ടിയിലും അവർക്ക് ജോയിൻ ചെയ്യാം. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ സാമൂഹിക, സാമ്പത്തിക അല്ലെങ്കിൽ ആരോഗ്യക്ഷേമമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതൊക്കെ. ഇവരെ ഏത് രാഷ്ട്രീയക്കാരായാലും ശരി അതാണ് പ്രൊപ്പഗാൻഡ കൊടുക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് അവരുടെ കൂടെ കൈപിടിക്കാം. മറിച്ച് ഒരു മതത്തിൻ്റെ ബേസിൽ അവർ രാഷ്ട്രീയത്തിനെ എടുത്ത് ആ ഒരു രീതിയിൽ ഇപ്പം എനിക്ക് അവരുടെ പറയുന്ന രീതിയിലുള്ളൊരു രാജ്യം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. മറിച്ച് ഞാൻ പറയുമ്പം ഇങ്ങനെ പറയാം, മതത്തിനെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുക. മതത്തിൻ്റെ ആൾക്കാർ മതം കൊണ്ട് നടക്കട്ടെ. രാഷ്ട്രീയത്തിൽ ഏത് മതക്കാരനും വേണമെങ്കിലും വരാം. അവൻ്റെ രാഷ്ട്രീയം ജനങ്ങളുടെ പുരോഗതിക്ക്, നാടിൻ്റെ പുരോഗതിയാക്കിയിട്ട് മാറ്റട്ടെ. അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ പലപ്പോഴും പറയേണ്ടി വരുന്നത്, അത് കാണാതെ വരുമ്പോഴാണ് പലപ്പോഴും എല്ലാ കമൻറ്റുകൾ പറയേണ്ടി വരുന്നത്. ഈ രാഷ്ട്രീയം ഇങ്ങനെ പോയാൽ എവിടെ എത്തും? അതായത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വരേണ്ട രാഷ്ട്രീയം അത് പോയാൽ ഇങ്ങനെ എവിടെ എത്തും? അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും വല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെടേണ്ടി വരുന്നതും പറയേണ്ടി വരുന്നതും. അതല്ലെങ്കിൽ അവരവരുടെ ജോലി വളരെ ക്ലിയറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തായാലും നമ്മുടെ ഈസ്റ്റർ ദിനത്തിൻ്റെ പ്രത്യേക ഇൻ്റർവ്യൂ ആണ്. അപ്പം ഈ ഒരു ഈസ്റ്റർ സന്ദേശം എന്ന രീതിയിൽ നമ്മുടെ പ്രേക്ഷകരോട് തിരുമേനിക്ക് എന്താണ് പറയാനുള്ളത്?
ഈസ്റ്റർ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മൾ ആഘോഷിക്കുന്നത്. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടതിന് ശേഷം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ക്രിസ്തു മതത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്നുള്ളതാണ്. ആ ഉയർപ്പ് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്, നമുക്കെല്ലാവർക്കും പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം ഇതുവരെ മരണത്തിൽ നിന്ന് ഒരാളും ഉയർത്തെഴുന്നേറ്റതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പ്രത്യേകത നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ എന്തൊക്കെ ദുഃഖവെള്ളിയാഴ്ചകളുണ്ടായാലും, എന്തൊക്കെ മരണത്തോട് അനുബന്ധിച്ചുള്ള എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും, ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയാലും അതിന് ഒരു പരിഹാരമുണ്ട്, അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അത് ലോകത്തിൻ്റെ രക്ഷയ്ക്കെന്ന് നമ്മൾ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെ അതിനേക്കാൾ ഉപരി നമ്മൾ സാമൂഹികം അല്ലെങ്കിൽ നമ്മുടെ സാധാരണ രീതിയിൽ അതിനെ പറയുകയാണെങ്കിൽ നമ്മുടെ മരിച്ച അവസ്ഥകളിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അത് വലിയൊരു പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. അതാണ് നമുക്ക് നൽകുന്ന. അതുപോലെ നമ്മുടെ എല്ലാ മരിച്ചു കിടക്കുന്ന അവസ്ഥകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനായിട്ട് യേശു ക്രിസ്തു നമുക്ക് ആ ഉയർത്തെഴുന്നേൽപ്പ് ഊർജം പകരട്ടെ, നമുക്ക് നൽകട്ടെ എന്നാണ് പ്രാർത്ഥന. എല്ലാവർക്കും TCVയുടെ പ്രത്യേകിച്ചും ഇതിൻ്റെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ നേരുന്നു. നന്ദി. എന്തായാലും ഈ ഒരു പ്രത്യേക പരിപാടിയുടെ സമയോടെ അവസാനിക്കുകയാണ്. അപ്പം ഒരിക്കൽ കൂടി വളരെയധികം നന്ദി. നമ്മോടൊപ്പം ഈ ഒരു സമയമായിരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തിരുമേനിക്കും TCയുടെ എൻ്റയർ ക്രൂവിൻ്റെ പേരിൽ ഈസ്റ്റർ ദിനാശംസകൾ നേരുകയാണ്. ഈസ്റ്റർ ദിന സ്പെഷ്യൽ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.